എൻ്റെ പൊന്നു മച്ചാന്മാരെ, നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത് നിന്നും വെറും 45 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ദാ ഈ കാണുന്ന മനോഹരമായ സ്ഥലത്തെത്താം. മിക്ക ആൾക്കാർക്കും ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായി കാണും. ഈ സ്ഥലത്തിൻ്റെ പേരാണ് നെട്ട. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഒട്ടും മടുപ്പ് തോന്നാത്ത ഒരു കിടിലൻ സ്പോട്ടാണ് നെട്ട. ഞാനും മാളൂട്ടിയും കൂടെ സൺഡേയിൽ എവിടെ കറങ്ങാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നെട്ടയെക്കുറിച്ച് കേട്ടത്. എന്തായാലും അവിടെ ഒന്ന് പോകാമെന്ന് വെച്ചു. പോയി കഴിഞ്ഞപ്പോഴും ഒരു രക്ഷയില്ല ഗായ്സ്, സൂപ്പർ പ്ലേസാണ്. നെട്ട കണ്ട് ആസ്വദിക്കാൻ വരുന്നവർക്ക് ഒരിക്കലും വിശന്ന് പോകേണ്ടി വരത്തില്ല. കാരണം വേറൊന്നുമല്ല, ഇവിടെ നല്ല പുഴമീൻ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള മീൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് അപ്പം തന്നെ ഒരു ലൈവായിട്ട് ഫ്രൈ ചെയ്ത് തരുന്നതാണ്. പുഴമീൻ മാത്രമല്ല, നല്ല തലക്കറിയും പിന്നെ കപ്പ, ഊണ് എല്ലാം നമുക്ക് അവിടെ നിന്ന് കഴിക്കാവുന്നതാണ്. ഈ ഡാമിൻ്റെ സൈഡിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. അവിടെ നിന്ന് നമുക്ക് നല്ല പുഴമീനും കഴിച്ച് ആ ഡാമിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കണം. എന്ത് രസമാണെന്നറിയോ. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് പോകണം കേട്ടോ. പോയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. പിന്നെ ഇവിടെ വരുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വേറൊന്നുമല്ല, കുഞ്ഞു കുട്ടികളെന്നും കൊണ്ട് ഈ വെള്ളത്തിലിറങ്ങി കളിക്കാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ മദ്യപിച്ചുകൊണ്ട് ഒരിക്കലും ഈ വെള്ളത്തിലിറങ്ങരുത്. കാര്യം വേറൊന്നുമല്ല, ഇവിടെ ഒരുപാട് കുഴികളുണ്ട്. നമുക്ക് പോലും അറിയത്തില്ല, നല്ല ആഴത്തിലുള്ള കുഴികളാണ്. അപകട സാധ്യത വളരെയധികം കൂടുതലാണ്. ഒരുപാട് പേരുടെ ജീവൻ പൊലിഞ്ഞ സ്ഥലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസ് ഇവിടെ ഇറങ്ങുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നെട്ട ഡാം കാണാൻ വരാൻ പറ്റിയ അടിപൊളി സമയം എന്ന് പറയുന്നത് ഒന്നീ രാവിലെ വരിക, അല്ലെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വരിക. ഉച്ചയ്ക്കൊക്കെ വന്നാൽ നല്ല വെയിലാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. വെയിൽ കൊണ്ട് പൊരിയും. മാക്സിമം വൈകുന്നേരം വരാൻ നോക്കുക. പുഴമീനും നല്ല ഊണും കപ്പയും തലക്കറിയൊക്കെ കഴിക്കാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ തന്നെ വരണം. ഉച്ചയ്ക്ക് ശേഷം എല്ലാ കടയും കാണണമെന്നില്ല. അതുകൊണ്ട് രാവിലെ വരിക. ഞാനും മാളൂട്ടിയും കുഞ്ഞും ഉച്ചയ്ക്ക് ശേഷമാണ് വന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നെട്ടയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റി. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യണം. എന്നാലേ ഇവിടുത്തെ ഭംഗി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ചിറ്റാർ 2 അണക്കെട്ടിൻ്റെ വൃഷ്ടി പ്രദേശമാണ് നെട്ട. മാർത്താണ്ഡം, കുലശേഖരം എന്നിവിടങ്ങളിലേക്ക് ഈ ഡാമിൽ നിന്നാണ് വെള്ളം കൊണ്ടുപോകുന്നത്. നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്തിൻ്റെ ബോർഡറിൽ ഇത്രയും മനോഹരമായ സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടി. തീർച്ചയായിട്ടും നിങ്ങളും ഇവിടെ വന്നാൽ ഉറപ്പായി ഞെട്ടും. അത്ര മനോഹരമാണ് ഇവിടുത്തെ ഓരോ വ്യൂ പോയിൻറ്റും. നെട്ട കാണാൻ വരുന്നവർക്ക് നല്ല തലക്കറിയും നല്ല പുഴമീനും കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്തരാം. ഇതാണ് അക്ഷയപാത്രം എന്ന് പറയുന്ന ഹോട്ടൽ. ഇവിടെ വന്ന് കഴിക്കുന്നവർ ഒരിക്കലും നിരാശപ്പെട്ടു പോകേണ്ടി വരത്തില്ല. അടിപൊളി ഫുഡാണ് ഇവിടെ. ഇവിടെ വരുന്നവരോട് ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. വെള്ളത്തിലൊന്നും ഇറങ്ങി കളിക്കാൻ നിൽക്കേണ്ട. കർശന നിയന്ത്രണമുണ്ട്. പോലീസ് എന്താണോ പറയുന്നത് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലുടൻ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോയും പുതിയൊരു സ്പോട്ടുമായി കാണും വരെ ട്രിവാൻഡ്രം രമേശ സൈനിങ് ഓഫ്.